നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 18 ഒന്നാമത്തെ ചോദ്യമാണ്. സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിലെ ഒന്നാമത്തെ ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക, കാരണം എഴുതുക. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. അപ്പം ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ, അതായത് ഇതുപോലുള്ള മൊത്തം 5 സെറ്റ് ഉണ്ട്. അതിൽ ഞാൻ ഒന്നാമത്തെ സെറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ, ഈ ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കണം. അങ്ങനെ ആണെങ്കിൽ കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം ഒറ്റ സംഖ്യകളുടെ ശ്രേണി എഴുതാം. ഒറ്റ സംഖ്യകൾ എന്നാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നതെങ്കിൽ ആ സംഖ്യ ഒരു ഒറ്റ സംഖ്യയാണ്. ഉദാഹരണത്തിന് 5നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുന്നു. 5നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ. 2ന്റെ ടേബിൾ എത്ര വട്ടം പറയാം? 2 വട്ടം. 2 2 4, ബാക്കി എത്ര വരും? 1. അപ്പൊ ഈ ശിഷ്ടം 1 വരികയാണെങ്കിൽ അതൊരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒറ്റ സംഖ്യയാണ്. കാരണം എന്തുകൊണ്ടാണ്? ശിഷ്ടം 1 വരുന്നു. അപ്പം ഇങ്ങനെ അപ്പൊ ഒറ്റ സംഖ്യയുള്ള ഒരു ശ്രേണി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: 1 3 5 7 9, അങ്ങനെ പോകും. അപ്പൊ ഈ 1 3 5 7 9 ഇതിന്റെ എല്ലാ ശിഷ്ടങ്ങളും എത്രയാണ് വരുന്നത്? 1 വരുന്നത്. ഇനി 2 8 8 8 3 എന്ന് വിചാരിക്കും. ഈ ഒരു സംഖ്യ നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാണ് ഈ സംഖ്യകളല്ല, ഈ ഡിജിറ്റൽ ഇരട്ടകളാണ്. അതുകൊണ്ട് ഇതൊരു ഇരട്ട സംഖ്യയല്ല. കാരണം ഇതിന്റെ അവസാനത്തെ ഡിജിറ്റ് 3 അവസാനിക്കുന്നത്, അല്ലെ? ഈ സംഖ്യയുടെ അവസാനത്തെ അക്കം 3 അവസാനിക്കുന്നത്. 3 ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യ ഒരു ഒറ്റ സംഖ്യയാണ്. ഇതിന് നിങ്ങൾ 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ ശിഷ്ടം 1 വരും. അപ്പൊ ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, അതൊരു ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ നോക്കിയാണ് 992. അപ്പൊ ഇത് എല്ലാം ഒറ്റ സംഖ്യകളാണ്, പക്ഷെ അവസാനിക്കുന്നത് 2 2 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ഇതൊരു ഒറ്റ സംഖ്യ അല്ല. അപ്പൊ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തിരിച്ചറിയണത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അവസാനത്തെ ഡിജിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ അവസാനത്തെ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 11. അതിന്റെ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 13. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 3 ഒക്കെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം 11 13 എല്ലാം ഒറ്റ സംഖ്യകൾ ആണ്. ഇപ്പൊ ഒറ്റ സംഖ്യ എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അതിന്റെ ശ്രേണി എഴുതാം. ഒറ്റ സംഖ്യകളുടെ ശ്രേണി സമം 1 3 5 7 9 11 13 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് എന്താണ് ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കണം. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണി ആണെങ്കിൽ ഇതിന്റെ ഒരു ശ്രേണി ഒരു സമാന്തര ശ്രേണി ആകണമെങ്കിൽ എന്തായിരിക്കണം? അതിന്റെ ഒരു പദവും അതിന്റെ തൊട്ട് പിറകിലുള്ള പദവും തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം തന്നെ എല്ലായിടത്തും കിട്ടണം. അതായത് 5ൽ നിന്ന് 3 കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസം, 7ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസം എല്ലാം തുല്യമാണെങ്കിൽ ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? പദങ്ങളാണ്, അല്ലെ? ഇത് 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, ഇതിനെയൊക്കെ നമ്മൾ പദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ 1-ാം പദം എഴുതാം. 1-ാം പദത്തിൽ നമ്മൾ എഴുതുന്നത് x1 എന്നാണ്. ഇവിടെ 1 എന്നിട്ട് അതിൻ്റെ അർത്ഥം 1-ാം പദം. x1 എന്ന് വിളിക്കുന്ന ആരാണ്? ആദ്യത്തെ പദം ഇതാണ്, 1 ഇവിടുത്തെ x1. ഇനി ഇവിടുത്തെ x2 ആരാണ്? 2-ാം പദം ആരാണ്? 3. x3 3-ാം പദം എത്രയാണ്? 5. x4 എത്രയാണ്? 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം. അപ്പൊ x4 എത്രയാണ്? 7. അപ്പൊ പദങ്ങൾ ഏതാണെന്നൊക്കെ എഴുതി. ഇനി നമുക്ക് പൊതുവ്യത്യാസം നോക്കാം. പൊതുവ്യത്യാസം സെയിം ആണോ എന്ന് നോക്കാം. പൊതുവ്യത്യാസം പൊതുവ്യത്യാസത്തിന് ഡിനോട്ട് ചെയ്യുന്നത് d എന്നാണ്. d ആണ് നമ്മുടെ പൊതുവ്യത്യാസം. ഈ d എന്ന് പറയുന്നത് എന്താണ്? ഒരു പദവും അതിന്റെ തൊട്ട് പിറകിലുള്ള പദവും കുറയ്ക്കണം. അപ്പൊ ഈ പദം എന്ന് പറയുന്നത് x2 ആണ്, അല്ലെ? 2-ാം പദമാണ് x2. അപ്പൊ x2 മൈനസ് 1-ാം പദം x1 സമം x2 3, x1 വന്നിട്ട് 1, 3 - 1
2. അടുത്തത് നമുക്ക് നോക്കാം. x3 നിന്ന് x2 കുറച്ച് നോക്കുക. x3 മൈനസ് x2 സമം x3 എത്രയാണ്? 5 മൈനസ് x2 എത്രയാണ്? 3. 5 നിന്ന് 3 പോയാൽ 2. അടുത്തത് x4, അതായത് x1 x2 x3 x4. x4 എന്ന് പറയുന്നത് 7 ആണ്. അതിൽ നിന്ന് x3 കുറയ്ക്കണം. 7 മൈനസ് 5. 7 നിന്ന് 5 പോയാൽ എത്രയാണ്? 2. അപ്പൊ ഇവിടെ നോക്കിയാണ് എല്ലാ വ്യത്യാസവും സെയിം ആണ് അല്ലേ? 2 തന്നെയാണ് അവസാനിക്കുന്നത്. 2 കിട്ടുന്നത്. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാ പൊതുവ്യത്യാസം സെയിം ആയി കഴിഞ്ഞാൽ ആ ശ്രേണി എന്ത് തന്നെയാണ്? ഒരു സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന് റീസൺ ഏതാ? ഇവിടെ നമ്മളോട് പൊതുവ്യത്യാസം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിതാ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി സമാന്തര ശ്രേണിയാണോ എന്ന് കാരണം എഴുതണം. ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്. കാരണം ഇവയുടെ പൊതുവ്യത്യാസം തുല്യമാണ്. ഇതാണ് റീസൺ. കാരണം നമ്മളവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. പൊതുവ്യത്യാസം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കേണ്ട ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ സെറ്റ് എന്താണ്? ഇരട്ട സംഖ്യകളുടെ ശ്രേണി. അപ്പൊ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈ ഇരട്ട സംഖ്യകൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടുന്നതെങ്കിൽ അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഉദാഹരണത്തിന് 6 നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ പോവുകയാണ്. 6 ഞാൻ 2 കൊണ്ട് ഹരിക്കുകയാണ്. 2 ടേബിൾ 6 എത്ര വട്ടം പറയാം? 3 വട്ടം. 3 2 6. അപ്പൊ ബാക്കി എത്ര? 0. അപ്പൊ ശിഷ്ടം 0 അവസാനിക്കുന്നത് ശിഷ്ടം 0 കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പൊ ഇരട്ട സംഖ്യ തിരിച്ചറിയാൻ എന്ത് ചെയ്താൽ മതി? തരുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടുന്നതെങ്കിൽ അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പൊ ഇരട്ട സംഖ്യകൾ എങ്ങനെ തുടങ്ങും? 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 0 കിട്ടും. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 0 കിട്ടും. 6 8 പിന്നെന്താണ് 10 അങ്ങനെ പോകും. അതിനു മുന്നേ നമുക്ക് 0 കൂടെ എഴുതാം. 0 2 4 6 8 ഇങ്ങനെ പോകുന്നതെല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പൊ അടുത്തത് 10. അത് കഴിഞ്ഞ് 12. ഇവിടെ നോക്കിയാണ് അവസാനിക്കുന്നത് 0. കാരണം 0 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് 10 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അവസാനിക്കുന്നത് 2 2 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അപ്പൊ 12 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 592. അപ്പൊ 592 ഇത് വന്നിട്ട് ഒരു ഒറ്റ സംഖ്യയാണ്. ഇതൊരു ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് ഇതൊരു ഒറ്റ സംഖ്യ അല്ല. കാരണം അവസാനിക്കുന്നത് 2 2 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 592 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അടുത്തത് ഇതാണെങ്കിലോ ഇത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഇതൊരു ഒറ്റ സംഖ്യയാണ്. കാരണം അവസാനിക്കുന്നത് 1. അടുത്തത് അപ്പൊ ഇത് ഒറ്റ സംഖ്യയാണ്, ഇത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമുക്ക് തോന്നാം ഇതൊരു ഒറ്റ സംഖ്യയാണ്. അല്ല, കാരണം അവസാനിക്കുന്നത് 6 അവസാനിക്കുന്നത് കൊണ്ട് 6 ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഈ സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് 2 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എത്ര വരുന്നു എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് ഇരട്ട സംഖ്യയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഈ സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമുക്ക് ആ ഒറ്റ ഇരട്ട സംഖ്യകളുടെ ശ്രേണി ആദ്യം ഒന്ന് എഴുതാം. രണ്ട് 4 6 8 10 12 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇരട്ട സംഖ്യകളുടെ ശ്രേണി
ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് ഒന്നാമത്തെ പദം ആരാണ്? രണ്ടാണ് അല്ലെ. പദം നമ്മൾ എങ്ങനെയാണ് എഴുതണം? എക്സ് ഒന്നാമത്തെ പദമായിട്ട് 1, x1 എന്താണ് 2. രണ്ടാമത്തെ പദം എങ്ങനെ എഴുതാം? x2 എന്ന് പറയുന്നത് എത്രയാണ്? 4. മൂന്നാമത്തെ പദം x3 6. നാലാമത്തെ പദം x4 8. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പദങ്ങൾ എടുത്ത് എഴുതുക. നമുക്ക് അതിന്റെ പൊതുവ്യത്യാസം കാണാം. പൊതുവ്യത്യാസത്തിന് ഡി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പദവും അതിന്റെ തൊട്ടുപുറകിലുള്ള പദവും തമ്മിൽ കുറച്ച് നോക്കണം. അപ്പം ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ പദമാണ്, അതായത് x2 ആണ്. മൈനസ് അതിന്റെ തൊട്ടുപുറകിലുള്ള പദം 2 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദമാണ്, അതുകൊണ്ട് അത് x1 ആണ്. x2 മൈനസ് x1 അതായത് 4 മൈനസ് 2 സമം 2. ഇനി 6ൽ നിന്ന് 4 കുറച്ച് നോക്കാം. 6 എന്ന് പറയുന്നത് മൂന്നാമത്തെ പദമാണ്, അപ്പൊ x3 മൈനസ് 4 എന്ന് പറയുന്നത് രണ്ടാമത്തെ പദമാണ്, അതുകൊണ്ട് x2 സമം 6 മൈനസ് 4 സമം 2. ഇനി 8 എടുക്കാം. 8 എന്ന് പറയുന്നത് 1 2 3 4 നാലാമത്തെ പദമാണ്, അതായത് x4 മൈനസ് ഇത് വന്നിട്ട് x3 സമം 8 മൈനസ് 6 സമം 2. ഇവിടെ നോക്കിയാണ് എല്ലാത്തിൻ്റെയും വ്യത്യാസം 2 തന്നെയാണ് കിട്ടിയത്, തുല്യമാണ്. അപ്പോൾ പൊതുവ്യത്യാസം സെയിം ആയി കഴിഞ്ഞാൽ ആ ശ്രേണി ഒരു സമാന്തര ശ്രേണിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയതെല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഈ സംഖ്യാശ്രേണി ഒരു ഇരട്ട സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ കാരണം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം. ഇരട്ട സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്. കാരണം ഇവയുടെ എല്ലാം പൊതുവ്യത്യാസം തുല്യമാണ്. അല്ലെ? പൊതുവ്യത്യാസം തുല്യമായത് കൊണ്ടാണ് നമ്മൾ ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറയണത്. പിന്നെ എന്തും കൂടെ പറഞ്ഞിരിക്കണം, പൊതുവ്യത്യാസം എഴുതണം. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. പൊതുവ്യത്യാസം എന്നുള്ളത് 2 ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇരട്ട സംഖ്യകളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റിലേക്ക് പോകാം. നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. ഒറ്റ സംഖ്യകളുടെ പകുതി. ഒറ്റ സംഖ്യകൾ അറിയാലോ, ഏതൊക്കെയാണ്? 1 3 5 7 9 അങ്ങനെ പോകും. അപ്പൊ ഒറ്റ സംഖ്യകൾ നമ്മൾ എഴുതി. പകുതി, ഒരു സംഖ്യയുടെ പകുതി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം? ഇപ്പൊ k എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 അല്ലെ? ഭാഗം 2 ആണ് പകുതി. 10ന്റെ പകുതി എന്ന് പറയുന്നത് 10നെ 2 കൊണ്ട് ഹരിക്കണം. 5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ പകുതി എന്ന് കണ്ട എന്താണ്? ഭാഗം 2 എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഈ ഒറ്റ സംഖ്യയുടെ പകുതി എഴുതാം. ഇതിന്റെ പകുതി എങ്ങനെ എഴുതും? ഡിവൈഡഡ് ബൈ 2. ഇത് ഭാഗം 2, ഇത് ഭാഗം 2, ഇവിടെയും ഭാഗം 2. അപ്പൊ ഒറ്റ സംഖ്യകളുടെ പകുതി ആക്കിയിട്ടുണ്ട്. അതെന്താണ്? ഭിന്നസംഖ്യകളുടെ ശ്രേണി. ഇങ്ങനെ ആക്കുമ്പോൾ അതെന്തായി മാറുന്നു? ഒരു ഭിന്നസംഖ്യയായി മാറുന്നു. അതായത് അംശവും ഛേദവും ആവുന്നതിനെയാണ് ഭിന്നസംഖ്യകളെന്ന് വിളിക്കുന്നത് അല്ലെ? ഇവിടെ ഒരു അംശമുണ്ട്, ഇവിടെ ഒരു ഛേദമുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഭിന്നസംഖ്യയായി. ഈ ഭിന്നസംഖ്യ ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് ഇതിന്റെ പൊതുവ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് പദങ്ങൾ എടുത്ത് എഴുതാം. ഇതെന്താണ്? ഒന്നാമത്തെ പദം എങ്ങനെ എഴുതാം? x1 1/2. രണ്ടാമത്തെ പദം എങ്ങനെ എഴുതാം? x2 3/2. മൂന്നാമത്തത് x3 5/2. 5/2. x4 7/2. അങ്ങനെ നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസത്തിന് ഡി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ആദ്യം നമുക്ക് ഒന്നാം പദവും രണ്ടാം പദവും തമ്മിലുള്ള പൊതുവ്യത്യാസം നോക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു പദത്തിന് തൊട്ടു മുന്നേ ഉള്ള പദം കുറച്ച് നോക്കണം. അപ്പൊ ഇവിടെ എന്താണ്? രണ്ടാം പദം മൈനസ് ഒന്നാം പദം. രണ്ടാം പദം എന്ന് പറയുന്നത് എന്താണ്? x2 മൈനസ് ഒന്നാം പദം എന്ന് പറയുന്നത് x1
സമം 3/2 മൈനസ് 1/2. ഇവിടെ നോക്കിയാണ് ഛേദം 2 അല്ലെ, രണ്ടിടത്ത് ഒരേ ഛേദമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അംശങ്ങൾ തമ്മിൽ കുറയ്ക്കാം. 3 മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. മനസ്സിലായല്ലോ? അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് ഡിവൈഡഡ് ബൈ ഛേദം എഴുതുക. 3ൽ നിന്ന് 1 കുറച്ച 2, 2 ഭാഗം 2, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. ഇനി അടുത്തത് നോക്കാം. ഇപ്പൊ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്കാം. മൂന്നാം പദം എങ്ങനെ എഴുതും? x3 മൈനസ് രണ്ടാം പദം x2 സമം x3 മൈനസ് x2. x3 എന്ന് പറയുന്നത് എത്രയാണ്? 5/2 മൈനസ് s3 എന്താണ്? 3/2 സമം ഛേദങ്ങൾ എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് അംശങ്ങൾ തമ്മിൽ കുറയ്ക്കാം. അപ്പൊ 5 മൈനസ് 3 ഹരണം 5 മൈനസ് 3 ഹരണം 2 സമം 5ൽ നിന്ന് 3 പോയാൽ 2, 2 ഭാഗം 2, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. ഒന്നും കൂടെ ചെയ്ത് നോക്കാം. x4 മൈനസ് x3, അതായത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം. നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുക. നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറയ്ക്കുക. നാലാമത്തെ പദം എന്ന് പറയുന്നത് 7/2 മൈനസ് മൂന്നാം പദം എന്ന് പറയുന്നത് 5/2 സമയം 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2. 7ൽ നിന്ന് 5 പോയാൽ 2, 2 ഭാഗം 2 സമം 1. ഇവിടെ നോക്കിയാണ് വ്യത്യാസങ്ങളെല്ലാം സെയിം ആയിട്ട് കിട്ടി. പൊതു വ്യത്യാസം എല്ലാം സെയിം ആണ്. പൊതു വ്യത്യാസം തുല്യമാണെങ്കിൽ ഈ ശ്രേണി എന്തായി മാറും? ഒരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ സമാന്തര ശ്രേണിയാണോ എന്ന് കാണുക. അത് കണ്ടു കഴിഞ്ഞു അതിന്റെ കാരണം എഴുതണം. ഇതൊരു സമാന്തര ശ്രേണിയാണ്, ശ്രേണിയാകുന്നു കാരണം ഇവയുടെ പൊതുവ്യത്യാസം തുല്യമാണ്. ഓക്കെ, അപ്പൊ കാരണം എഴുതി കഴിഞ്ഞു. ഇനി സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം. ഇവിടെ നമ്മൾ പൊതുവ്യത്യാസം എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 1 പൊതുവ്യത്യാസം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഒറ്റ സംഖ്യകളുടെ പകുതി എടുത്തിട്ട് അതിനെ ഭിന്ന സംഖ്യകളാക്കി അതിനെ ശ്രേണിയാക്കിയിട്ട് അതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണിത്. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ സെറ്റ് നോക്കാം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് എത്രയാണ്? നാലാമത്തെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2ന്റെ കൃതികളുടെ ശ്രേണി എഴുതുക. അപ്പൊ 2ന്റെ കൃതികളുടെ സംഖ്യാശ്രേണി എഴുതിയിട്ട് അത് നമുക്ക് എന്താണ് സമാന്തര ശ്രേണിയാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ എന്താണ് 2ന്റെ കൃതികൾ? ഈ കൃതി എന്ന് പറയുന്നത് എന്താണ്? കൃതി എന്ന് പറയുന്നത് പവറാണ്. 2ന്റെ പവറുകൾ എഴുതാനാണ് ഇവിടെ പറയുന്നത്. കൃതി എഴുതാം എന്ന് വെച്ചാൽ ഇപ്പൊ 2ന്റെ കൃതികൾ എങ്ങനെ എഴുതാം? 2 ഇങ്ങനെ പോവും. അതില് ഞാൻ അതിന്റെ പവർ എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടാമത്തത് 1. അപ്പൊ 0, 1. അടുത്തത് എന്താണ്? 2. അതിന്റെ അടുത്തത് 3, 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കൃതികൾ. അപ്പൊ 2ന്റെ കൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3ന്റെ കൃതികളുടെ ശ്രേണിയാണ് ചോദിക്കണമെങ്കിലോ എന്ത് എഴുതണം? ഈ 2ന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്താൽ മതി. 5ന്റെ ആണെങ്കിൽ 5 എഴുതി കൊടുത്താൽ മതി. പവർ എപ്പോഴും എത്രയിൽ നിന്ന് തുടങ്ങണം? 0, 1, 2, 3 എന്ന് പറഞ്ഞ് തുടങ്ങണം. ഓക്കെ, ഇനി ഇതിന്റെ ഉത്തരം എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. എയുടെ കൃതി 0 ആണെങ്കിൽ ഏതൊരു സംഖ്യ, എ എന്ന് പറയുന്ന ഒരു സംഖ്യയാണെന്ന് കരുതുക. a⁻0 ആണെങ്കിൽ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ 3⁻0 ആണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? 1 ആണ്. 10⁻0 ആണെങ്കിൽ അതും 1 ആണ്. അപ്പൊ ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ, കൃതി 0 ആണെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ 2⁻0 ആണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? 1. 2⁻1 ആണെങ്കിലോ? 2⁻1 a⁻1 എന്ന് വെച്ചാൽ a. അപ്പം 3⁻1 എന്ന് വെച്ചാൽ 3. 10⁻1 എന്ന് വെച്ചാൽ 10.
അപ്പൊ ഏതൊന്നിന്റെ പവർ ഒന്നാണെങ്കിൽ അത് തന്നെയാണ് ഉത്തരം. അപ്പൊ 2/1 പവർ ആൻസർ എന്താണ്? 2 തന്നെയാണ്. 2/2 രണ്ടിന്റെ കൃതി 2 ആവുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 2നെ 2 വട്ടം ഗുണിക്കണം. 2/2 എന്ന് വെച്ചാൽ 2 ഈ 2 പ്രാവശ്യം. അപ്പൊ 2 × 2 എത്രയാണ്? 4. ഈ 2/3 ആൻസർ എത്രയാണ്? 2/3 2നെ 3 വട്ടം എഴുതി ഗുണിക്കണം. അപ്പൊ 2 3 വട്ടം. അപ്പോ 2 × 2 × 2 3 വട്ടമായല്ലോ. 2 3 വട്ടമായി. അതാണ് 2/3. 2ന്റെ കൃതി 3 ആവുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? 2 3 വട്ടം ഗുണിക്കണം. അപ്പൊ 2 × 2 എത്ര കിട്ടും? 4 കിട്ടും. 4 × 2 എത്ര കിട്ടും? 8 കിട്ടും. അപ്പൊ ആൻസർ എത്രയാണ്? 8. അപ്പൊ 2ന്റെ കൃതി 3 ആയാൽ ഉത്തരം എത്രയാണ്? 8 ആണ്. അതെ. അപ്പം ഇതിന്റെ ആൻസർ 1, ഇതിന്റെ ആൻസർ 2, ഇതിന്റെ ആൻസർ 4, ഇതിന്റെ ആൻസർ 8. ഇനി 2/4 കണ്ടുപിടിക്കാം. ഇപ്പൊ 2ന്റെ കൃതി 4 ആകുമ്പോൾ എങ്ങനെ എഴുതണം? 2 4 വട്ടം. 2 × 2 × 2 × 2 അങ്ങനെ 4 വട്ടം. 1 2 3 4. ഇപ്പൊ 2 × 2 എത്ര? 4. 4 × 2 8. 8 × 2 16. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? 16. 2/4ന്റെ ആൻസർ എത്രയാണ്? 16. അപ്പൊ ഇതാണ് 2ന്റെ കൃതികളുടെ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഇതാണ്. ഇനി ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെന്താണ് നമ്മൾ വിളിക്കുന്നത്? ഒന്നാം പദം. ഒന്നാം പദം എങ്ങനെ ഡിനോട്ട് ചെയ്യും? x1 = 1. ഇത് രണ്ടാം പദം. അതെങ്ങനെ എഴുതും? x2 = 2. ഇത് മൂന്നാം പദം x3 = 4. ഇത് x4 8, x5 16. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ എല്ലാ പൊതുവ്യത്യാസവും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ മാത്രമേ ഇതൊരു സമാന്തര ശ്രേണി ആകത്തുള്ളൂ. അപ്പൊ പൊതുവ്യത്യാസം അതായത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം x2 - x1. x2 എത്രയാണ്? 2. x1 എത്രയാണ്? 1. 2 - 1 എത്രയാണ്? 1. അടുത്തത് x3 നിന്ന് മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദം കുറയ്ക്കണം. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോൾ 1 കിട്ടി. ഇനി മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്കണം. അപ്പൊ x3 - x2 മൂന്നാം പദം മൈനസ് രണ്ടാം പദം. മൂന്നാമത്തെ പദം എത്രയാണ്? 4. രണ്ടാമത്തെ പദം എത്രയാണ്? 2. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4ൽ നിന്ന് 2 കുറച്ച് എത്ര കിട്ടും? 2. ഓക്കെ. അപ്പം ആദ്യത്തെ 2 സംഖ്യകൾ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ വ്യത്യാസം 1. അടുത്ത 2 സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ വ്യത്യാസം 2. അപ്പൊ ഇവർ തമ്മിൽ ഈക്വൽ ആണോ? അല്ല. പൊതുവ്യത്യാസം തുല്യമാകുന്നില്ല. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ സെറ്റിൽ തന്നെ തുല്യമാകുന്നില്ല. അവിടെ വെച്ച് തന്നെ നമുക്ക് ഈ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇതൊരു സമാന്തര ശ്രേണി അല്ല. കാരണം എന്തുകൊണ്ടാണ്? പൊതുവ്യത്യാസങ്ങൾ തുല്യമല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം, ഇതൊരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ. അപ്പൊ 2ന്റെ കൃതികളുടെ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ കൃതികൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൽ ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. അതിൽ നിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുകയും അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് സമാന്തര ശ്രേണിയാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. ഇനി നമുക്ക് 5ാമത്തെ സെറ്റ് നോക്കാം. അപ്പം നമുക്കിനി ഈ ചോദ്യത്തിലെ അവസാനത്തെ സെറ്റായ 5ാമത്തെ സെറ്റ് ചെയ്യാം. 5ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി എഴുതുക. അത് സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ. നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1 2 3 4 5 അങ്ങനെ പോകുന്നതാണ് എന്ത്? എണ്ണൽ സംഖ്യകൾ. നമുക്ക് അതിനെ വ്യുൽക്രമത്തിൽ എഴുതണം. വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്കത് നോക്കാം. ഏതൊരു സംഖ്യയും നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 6. 6ന്റെ ഭിന്നസംഖ്യാ രൂപമാണ് 6/1. അതായത് 6നെ നമ്മൾ ഈ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? 6 തന്നെ കിട്ടും. അപ്പൊ 6ന്റെ ഭിന്നസംഖ്യാ രൂപം എങ്ങനെ എഴുതാം? 6/1.
അപ്പം 10 അതിന്റെ ഭിന്നസംഖ്യ രൂപം എങ്ങനെ എഴുതണം? 10/1. 100 100/1. 27 27/1. അപ്പൊ ഏതൊരു സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപം എഴുതുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ 1 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ വ്യൂൾക്രമം, അപ്പൊ ഇതെന്താണ്? നമ്മുടെ അംശം, ഇത് വന്നിട്ട് ഛേദം അല്ലെ. വ്യൂൾക്രമം എന്ന് പറയുന്നത് ഈ ഒരു സംഖ്യയുടെ വ്യൂൾക്രമം എന്ന് പറയുന്നത് ഈ ഛേദം അംശമായി മാറും. അതായത് ഈ ഛേദം അംശമായിട്ട് മാറും, ഭാഗം ഈ അംശം ഛേദമായിട്ട് മാറും. ഇങ്ങനെ എഴുതുന്നതാണ് വ്യൂൾക്രമം. അപ്പൊ 6ന്റെ വ്യൂൾക്രമം എന്ന് പറയുന്നത് എന്താണ്? 1/6. കാരണം 6ന്റെ ഭിന്നസംഖ്യ എന്താണ്? 6/1 അപ്പൊ അതിനെ തിരിച്ചിട്ട എന്താവും? 1/6. അപ്പൊ 10ന്റെ വ്യൂൾക്രമം എങ്ങനെ എഴുതണം? 1/10. കാരണം ഈ ഛേദം അംശമായി മാറും, ഈ അംശം ഛേദമായിട്ട് മാറും. ഇനി ഇതിന്റെ വ്യൂൾക്രമം എങ്ങനെ എഴുതാം? ഈ അംശം എന്നിട്ട് എന്താവും? ഛേദമായിട്ട് മാറും. അപ്പം അടിയിൽ വരും. ഈ ഛേദം അംശമായിട്ട് മാറും 1. അപ്പൊ 100ന്റെ വ്യൂൾക്രമം എഴുതാൻ പറഞ്ഞാൽ 1/100. അങ്ങനെയാണെങ്കിൽ A/Bയുടെ വ്യൂൾക്രമം എഴുതാൻ പറഞ്ഞാൽ എന്താണ്? ഈ ഛേദം അംശമാകും, ഈ അംശം ഛേദമാകും. ഇതാണ് A/Bയുടെ വ്യൂൾക്രമം. 5/3ന്റെ വ്യൂൾക്രമം എങ്ങനെ എഴുതണം? ഈ ഛേദം അംശമായി മാറും, ഈ അംശം ഛേദമായി മാറും. അപ്പൊ 5/2ന്റെ വ്യൂൾക്രമം എഴുതാൻ പറഞ്ഞാൽ 3/5 ഉത്തരം. മനസ്സിലാവുന്നുണ്ടല്ലോ? 5/3. അപ്പൊ ഇനി 23ന്റെ വ്യൂൾക്രമം എഴുതാൻ പറഞ്ഞ എന്താണ്? ഇതിന്റെ അടിയിൽ എന്തുണ്ടെന്നാണ് അർത്ഥം? 1 ഉണ്ടെന്നാണ്. അപ്പൊ ഇതിനെ തിരിച്ചിട്ട് എന്താവും? 1/23. മനസ്സിലായല്ലോ? അപ്പൊ വ്യൂൾക്രമം എങ്ങനെ എഴുതണം എന്നുള്ളത് മനസ്സിലായല്ലോ? ഏതൊരു സംഖ്യയുടെ വ്യൂൾക്രമം എഴുതുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഈ എണ്ണൽ സംഖ്യയുടെ വ്യൂൾക്രമം എഴുതാം. അപ്പൊ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 1ന്റെ ഭിന്നസംഖ്യ രൂപം എങ്ങനെ എഴുതാം? 1/1. ഇതിന്റെ വ്യൂൾക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഛേദം മുകളിൽ പോയി ഈ അംശം താഴെയും വരും. അപ്പൊ 1/1ന്റെ 1/1 ഉത്തരം എത്ര തന്നെയാണ്? 1. അപ്പൊ ഇതിന്റെ വ്യൂൾക്രമം എന്ന് പറയുന്നത് 1. ഇനി 2ന്റെ നോക്കാം. 2ന്റെ ഭിന്നസംഖ്യ രൂപം എങ്ങനെയാണ്? 2/1. ഈ ഛേദം മുകളിൽ വരുമ്പോൾ അംശമാകും, ഈ അംശം ഛേദമാകുമ്പോൾ താഴെ വരും. അപ്പൊ 2ന്റെ ഭിന്നസംഖ്യ വ്യൂൾക്രമം എന്ന് പറയുന്നത് 1/2 ആണ്. 1/2. 3ന്റെ എങ്ങനെ എഴുതാം? 3 അടിയിൽ എത്രയാണ്? 1 തിരിച്ചിട്ട 1/3 അല്ലെ. അപ്പൊ 1/3 ആണ് 3ന്റെ വ്യൂൾക്രമം. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കാതെ 4ന്റെ എഴുതാലോ വ്യൂൾക്രമം. 4ന്റെ വ്യൂൾക്രമം എങ്ങനെ? 4ന്റെ അടിയിൽ 1 ഉണ്ട്, അപ്പൊ അത് തിരിച്ചിട്ട 1/4. 5ന്റെ വ്യൂൾക്രമം എഴുതാൻ പറഞ്ഞ 1/5. ഇതാണ് സംഖ്യാശ്രേണിയുടെ വ്യൂൾക്രമം. ഇനി നമുക്ക് ഇതൊരു ഭിന്നസംഖ്യ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം D സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം. രണ്ടാം പദത്തിന് എന്തെന്നാണ് നമ്മൾ പറയുന്നത്? x2 മൈനസ് ഒന്നാം പദം എന്താണ്? x1. x2 എന്ന് പറയുന്നത് 1/2 മൈനസ് x1 എന്ന് പറയുന്നത് 1. അപ്പൊ ഇവിടെ നമുക്ക് കുറയ്ക്കാനുള്ളത് ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് ഒരു സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. ഭിന്നസംഖ്യയിൽ നിന്ന് മൈനസ് ഒരു സംഖ്യ. അപ്പൊ ഭിന്നസംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ എങ്ങനെ കുറയ്ക്കും? അതായത് A/B മൈനസ് C. ഇതൊരു ഭിന്നസംഖ്യ, ഇതൊരു സംഖ്യ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കുറയ്ക്കേണ്ടത്? A മൈനസ് C ഇൻറ്റു B the whole divided by B ചെയ്ത്. അപ്പൊ ഈ അംശം മൈനസ് ഇതും സിയും ബിയും ഇവിടെയുള്ള സംഖ്യയും ഇതിന്റെ ഛേദവും തമ്മിൽ ഗുണിക്കണം. ഗുണിച്ചിട്ട് അതിന്റെ ഛേദമെടുത്ത് എഴുതണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഭിന്നസംഖ്യയും തമ്മിൽ മൈനസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതും? ഇവിടുത്തെ എ എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. 1 മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ആണ് അല്ലെ. ബി എന്ന് പറയുന്നത് ഈ 2 ആണ്. 2 എഴുതി ദ ഹോൾ ഡിവൈഡഡ് ബൈ ബി എന്നാണ്. ബി എന്ന് പറയുന്നത് എത്രയാണ്? ഈ 2 സമം 1 മൈനസ് 1 ഇൻറ്റു 2 എത്രയാണ്? 2/2 ഇസിക്കൽ ടു 1 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2 / 2 2
ഒന്നിൽ നിന്ന് ഈ 2 കുറയ്ക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒന്നിൽ നിന്ന് ഈ 2 കുറയ്ക്കാൻ പറ്റില്ല, തിരിച്ച് കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2ൽ നിന്നും ഈ 1 കുറയ്ക്കാം. 2ൽ നിന്ന് ഈ 1 കുറച്ചാൽ ബാക്കി എത്രയാണ്? 1. പക്ഷെ ഇത് എന്ത് സംഖ്യയാണ്? നെഗറ്റീവ് സംഖ്യയാണ്. ഒരു നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു പോസിറ്റീവ് സംഖ്യ കുറച്ചാൽ നെഗറ്റീവ് സംഖ്യ ആയിരിക്കും ബാലൻസ് ആയിട്ട് വരിക. അപ്പൊ -2ൽ നിന്ന് 1 പോയാൽ ബാക്കി ഇനി 1 ആണ്. അതെന്താണ്? -1 ആണ്. ഡിവൈഡഡ് ബൈ 2. ഇതിന്റെ ആൻസർ -1/2 ആണ്. മനസ്സിലായല്ലോ? 1/2ൽ നിന്ന് 1 കുറച്ചാൽ ഉത്തരം എത്രയാണ്? -1/2. എങ്ങനെയാണ് ഭിന്നസംഖ്യയിൽ നിന്ന് സംഖ്യ കുറയ്ക്കേണ്ടത്? ഈ രീതിയിൽ വേണം കുറയ്ക്കാൻ. അതെങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. ഈ 2 സംഖ്യയ്ക്കിടയിലുള്ള പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. ഇനി ഇവർക്കിടയിലുള്ള പൊതുവ്യത്യാസം കാണാം. ഇവർക്കിടയിൽ കാണണമെങ്കിൽ ഇത് 1-ാം പദം, 2-ാം പദം, ഇത് 3-ാം പദം. 3-ാം പദം എങ്ങനെ എഴുതും? x3 മൈനസ് 2-ാം പദത്തിന് എങ്ങനെ എഴുതും? x2 സമം x3 1/3 മൈനസ് x2 1/2 സമം. ഇവിടെ നോക്കിയാണ് രണ്ടുപേര് ഭിന്നസംഖ്യ തന്നെയാണ്. അപ്പം a/b മൈനസ് c/d എന്ന് പറയുന്ന ഫോമിലാണ് ഇതിരിക്കുന്നത്. a/b മൈനസ് c/d എന്ന് പറയുന്ന ഫോമിൽ. ഇവിടെ വന്നിട്ട് പൊതുവെ സെയിം നമ്പർ ആയിട്ട് വേണം ഇവിടെ a/d എന്ന് എഴുതാം. a/b മൈനസ് a/d അങ്ങനെയാണെങ്കിൽ ഇത് ഇവർ തമ്മിലുള്ള ഛേദങ്ങൾ നോക്കിയാണ്. ഇവിടെ b ആണ്, ഇവിടെ d ആണ്. അപ്പൊ ഛേദങ്ങൾ സെയിം അല്ല, സെയിം ആക്കണം. സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഛേദം കൊണ്ട് ഇതിനെയും ഇതിനെയും ഗുണിക്കണം, ഈ ഛേദം കൊണ്ട് ഇതിനെയും ഇതിനെയും ഗുണിക്കണം. അപ്പൊ a ഇൻറ്റു b ഇൻറ്റു a ഗുണം d ബൈ b ഗുണം d മൈനസ് ഇനി ഇത് a/d ഇൻറ്റു ഇവിടുത്തെ ഛേദം b ഉണ്ട്, ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ a ഗുണം b d b കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ d ഗുണം b. ഇങ്ങനെ വേണം, ഈ ഫോർമാറ്റ് വേണം നമ്മൾ മൈനസ് ചെയ്യാൻ. അതുപോലെ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 1/3 മൈനസ് 1/2 സമം 1/3 ഇൻറ്റു ഈ ഛേദം കൊണ്ട് ഇതിന് അംശത്തെയും ഛേദത്തെയും ഗുണിക്കണം. അപ്പൊ ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുമ്പോൾ ഇവിടെ 2 വരും. ഈ ഛേദത്തെ ഗുണിക്കുമ്പോൾ 3 × 2, പിന്നെ ഈ മൈനസ്, പിന്നെ ഈ ഭിന്നസംഖ്യ 1/2 ഇൻറ്റു ഗുണം ഈ ഛേദം കൊണ്ട് ഈ അംശത്തിന് ഗുണിക്കണം. ഈ ഛേദം എത്രയാണ്? 3. 3 കൊണ്ട് 1നെ ഗുണിക്കണം. ഇങ്ങനെ 1 × 3. ഈ ഛേദം കൊണ്ട് ഈ ഛേദത്തിന് ഗുണിക്കണം. 2 × 3 സമം 1 × 2 എത്രയാണ്? 2. 3 × 2 6 മൈനസ് 1 × 3 3, 2 × 3 6. അപ്പം ഇത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരുടെ ഛേദങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. ഇത് 3 ആണ്, ഇത് 2 ആണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെ സെയിം ആക്കാൻ, തുല്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. ഈ 2 കൊണ്ട് ഇതിനെയും ഗുണിച്ചു, അതുപോലെ ഈ 3 കൊണ്ട് ഇതിനെയും ഗുണിച്ചു. അങ്ങനെ ഗുണിച്ചപ്പോൾ 2/6 3/6 കിട്ടി. അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഛേദങ്ങൾ ഒരുപോലെയായി. ഇനി നമുക്കിത് അംശങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യാം. 2 മൈനസ് 3 ഡിവൈഡഡ് ബൈ 6. 2ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല, 3ൽ നിന്ന് 2 കുറയ്ക്കണം. 3ൽ നിന്ന് 2 പോയാൽ ബാക്കി 1. പക്ഷെ 3ന്റെ ബാലൻസ് ആണ് ആ 1. 3 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ -1 ഡിവൈഡഡ് ബൈ 6. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്താലുള്ള ആൻസർ എത്രയാണ്? -1/6. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുത്തെ പൊതുവ്യത്യാസം -1/2, ഇവിടുത്തെ പൊതുവ്യത്യാസം -1/6. പൊതുവ്യത്യാസം എന്താണ്? തുല്യമല്ല. പൊതുവ്യത്യാസം തുല്യമല്ലെങ്കിൽ ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണി അല്ല. കാരണം പൊതുവ്യത്യാസം തുല്യമായാൽ മാത്രമേ സമാന്തര ശ്രേണി ആകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ശ്രേണി വന്നിട്ട് ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് എഴുതാം. ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണി അല്ല. കാരണം ഇവയുടെ പൊതുവ്യത്യാസം
തുല്യമല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കട്ടെ, എണ്ണൽ സംഖ്യ നമുക്കറിയാം, പക്ഷെ അതിന്റെ വ്യൂൾക്രമം എങ്ങനെ എഴുതണം എന്നുള്ളതിൽ ഡൗട്ട് കാണും. വ്യൂൾക്രമം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇങ്ങനെ എഴുതുന്നതാണ് അതിന്റെ വ്യൂൾക്രമം. വ്യൂൾക്രമം എഴുതിയിട്ട് നമ്മൾ പൊതുവ്യത്യാസം എഴുതി കണ്ടുപിടിച്ചു. അത് ചെക്ക് ചെയ്തപ്പോൾ അത് തുല്യമല്ല. അത് തുല്യമല്ലാത്തത് കൊണ്ട് എന്താണ്, ഇതൊരു സമാന്തര ശ്രേണി അല്ല. അത് നമ്മൾ എഴുതി. അപ്പൊ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തീർന്നു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.